അശ്വതി നക്ഷത്രം എവിടെ ചെന്ന് കയറിയാലും ഐശ്വര്യ. അശ്വതി ഭയങ്കര ഭാഗ്യമുള്ള നക്ഷത്രമല്ലേ. നക്ഷത്രങ്ങളുടെ ഗുണം കൊണ്ട് ഇത്തരത്തിൽ ലോട്ടറി അടിക്കാനും ഭാഗ്യം കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. മകം എന്ന് പറഞ്ഞാൽ സ്ത്രീ നക്ഷത്ര, പുരുഷ നക്ഷത്ര. മകം സ്ത്രീകൾക്കേക്കാൾ നല്ലത് പുരുഷന്മാർക്ക് നല്ലത്. പൂരം സ്ത്രീകൾക്ക് നല്ലതാണ്. ഈ 28 നക്ഷത്രങ്ങളിൽ മോശം നക്ഷത്രം ഏതാ? ശുക്രൻ ഉദിച്ചിരിക്കുക അവർക്ക്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. കാർത്തിക ആദ്യപാദം. ഇവർക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഓരോ ത്രേക്കാണം അനുസരിച്ചും ക്യാരക്ടർ മാറും മനുഷ്യർക്ക്. ത്രേക്കാണം, ഹോര, പിന്നെ നവാംശം, ഇതൊക്കെ അനുസരിച്ചാണ് സ്വഭാവം മാറുന്നത്. അമ്മ, ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രങ്ങൾ, ലോട്ടറി അടിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബെൻസ് കാർ മേടിക്കുന്ന നക്ഷത്രക്കാർ ഇവരാണ്. യൂട്യൂബിലൊക്കെ ചില വീഡിയോ കണ്ടിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ ഗുണം കൊണ്ട് ഇത്തരത്തിൽ ലോട്ടറി അടിക്കാനും ഭാഗ്യം കൊണ്ടുവരാനും ഒക്കെ സാധിക്കുമോ? നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അശ്വതി നക്ഷത്രം, മേടൻ രാശിപ്പെട്ട നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ നല്ല സമയമാണ്. കാരണം കർമ്മത്തിലേക്ക് ശുക്രൻ വന്നിട്ടുണ്ട്. ശുക്രനുണ്ട്, ആദിത്യനുണ്ട്, ചൊവ്വയുണ്ട്. ചൊവ്വ ഉച്ചത്തിലാണ് മകരൻ രാശിയിൽ. ശുക്രനോട് വന്നിട്ടുണ്ട്, ആദിത്യനും വന്നിട്ടുണ്ട്. 3 ഗ്രഹങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ജോലി കിട്ടാനോ എല്ലാത്തിനും വളരെ നല്ല. പിന്നെ തിരുവോണം കൂടി വരുമ്പോൾ 4 നക്ഷത്രമായി. ലോട്ടറി എല്ലാവർക്കും ലോട്ടറി ഒന്നും അടിക്കില്ല. ലോട്ടറി അടിക്കുക എന്ന് ഉദ്ദേശിച്ചത് ധനവരവ് ഉണ്ടാവുക, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുക. നമ്മൾ പല വിവാഹം നടക്കാത്തവരുണ്ടാവും, ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, PSC രജിസ്റ്റർ ഉണ്ടാവും. അവർക്കൊക്കെ അത് കിട്ടുക എന്നുള്ളതാണ് ലോട്ടറിയുടെ ഉദ്ദേശിക്കുന്നത്. ലോട്ടറി കുറേ നക്ഷത്രത്തിന്റെ ഗുണമാണോ അതോ സമയത്തിന്റെ ഗുണമാണോ? സമയത്തിന്റെ ഗുണം. നക്ഷത്രം അശ്വതി നല്ല നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം എവിടെ ചെന്ന് കയറിയാലും ഐശ്വര്യ. അശ്വതി ഭയങ്കര ഭാഗ്യമുള്ള നക്ഷത്രമല്ലേ. അശ്വതി, തിരുവോണം, രോഹിണി, ഇതൊക്കെ നല്ല നക്ഷത്രങ്ങളാണ്. തിരുവോണം, രോഹിണി പിന്നെ അതൊക്കെ ഞാൻ തിരുവോണം, എന്റെ ഭാര്യ രോഹിണി, നല്ല നക്ഷത്രങ്ങളാണ്. സഹോദരി രോഹിണി. അശ്വതി, രോഹിണി, തിരുവോണം. അപ്പൊ ഞാൻ സംശയിക്കും, ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് സ്വന്തം ഭാഗ്യത്തേക്കാൾ നല്ലത്. അയാൾ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം പണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട്, ഞാനിങ്ങനെ എൻ്റെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വലിയ കച്ചവടം ഒന്നുമില്ല, പക്ഷെ ഇവൻ ഞാൻ വെറുതെ അവിടെ പോയിരിക്കും. ഇവൻ വിളിക്കണ്ട അവരുടെ വാടാന്ന് തോന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കച്ചവടങ്ങൾ ഇങ്ങനെ കയറി. എൻ്റെ മനസ്സിന്റെ തോന്നല കേട്ടോ. ഇത് പലരും നമ്മൾ ഈ 1-ാം തീയതി വീട്ടിലിരിക്കാൻ വിളിക്കുമായിരുന്നു പണ്ട്, രാവിലെ കയറാൻ. നല്ല നക്ഷത്രം അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നക്ഷത്രത്തിൽ ഈ നക്ഷത്ര ആളുകൾ ഇപ്പം തിരുവോണം, പുണർദം ഇതൊക്കെ ദൈവനക്ഷത്രങ്ങളാണ്, ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട് ജനിച്ചവർ ചോതി ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ചോതി ചോദിക്കണവർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഐശ്വര്യ. മാത്രമല്ല അവരുടെ മനസ്സ് മിക്കവാറും എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നല്ല, മനസ്സ് നല്ല മനഃശുദ്ധി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ദൈവമേ ഇന്ന് ഇവർക്ക് നന്നായി വരണമെന്ന് പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ഐശ്വര്യം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അത് ശരിയാ. അത് അവരുടെ മനസ്സിന്റെ ചിന്തകളാണ്. മനസ്സിൽ പിന്നെ ദൈവാധീനം. നമ്മൾ 1-2 പേരുടെ ഒരു സ്ഥാപനത്തിൽ പോവാ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്തായാലും അവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി, സന്തോഷം. സ്നേഹത്തിൽ പറയാം, മറ്റവൻ പറഞ്ഞിട്ട് വേണമല്ല, എന്നാലും അവനങ്ങ് രക്ഷപ്പെട്ടു പോയല്ലോടാ. അപ്പൊ അവര് നാശമാണ് പറയുന്നത്, നെഗറ്റീവ് എനർജി പറയാം. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇപ്പം രേവതി നല്ല നക്ഷത്രമാണ്, പക്ഷെ രേവതിയുടെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തൊരു കഷ്ടം, നന്നാവില്ല, നശിച്ചു പോകുന്നു പറഞ്ഞു. അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷെ കണ്ടുപിടിക്കാൻ ആളുണ്ടായവർ മാറ്റി. രേവതി നല്ല നക്ഷത്രം അല്ലാഞ്ഞിട്ടല്ല പറഞ്ഞത്, പക്ഷെ ചിലരുടെ നക്ഷത്രം നല്ലതായാലും അവരുടെ സാഹചര്യങ്ങളും വളർന്ന സാഹചര്യങ്ങളും മനസ്സിലും മാറിയിരിക്കും. വളർത്തിയ ദോഷവും അവരുടെ ചിന്താഗതികളും അനുസരിച്ച് ആ ദോഷമുണ്ടാവും. നമ്മുടെ ചിന്താഗതികളാണ് ഈ കണ്ണെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ചെന്നു ഒരു ദൈവം ഇതെന്ത് അന്ന് വിചാരിച്ചാൽ നമുക്ക് നെഗറ്റീവായി. അത് മാറ്റാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ കണ്ണുദോഷം ഈ കുമ്പളങ്ങ കെട്ടി തൂക്കിയിടുന്നത്. കുമ്പളങ്ങ കെട്ടിടം പണിക്കല്ലേ കെട്ടത്തൊക്കെ വീടുകളിലാണ് അതൊക്കെ വെക്കും. സൂര്യന്റെ പ്രതിമ വെക്കും. അപ്പൊ അങ്ങോട്ട് പോകും, മാറിപ്പോവും. പിന്നെ പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് താമരപ്പൂക്കളൊക്കെ ഇല്ലേ, അതിലൊപ്പിടും. എന്താ പറയാമോ, യഥാർത്ഥ താമരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് എനർജി അതിങ്ങനെ നോക്കും, അതിലേക്ക് പോകും, പിന്നെ നമുക്ക് കേൾക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ. നാരങ്ങ കെട്ടി തൂക്കും. ചില കടകളെ കണ്ടല്ലേ നാരങ്ങയും മുളകൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെ കണ്ണ് ആദ്യം അങ്ങോട്ട് പോകുമ്പോൾ ആ ദൃഷ്ടി അങ്ങോട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്ലാസ്സിൽ ചെറുനാരങ്ങ ഇട്ട് വെക്കും, വെള്ളം ഒഴിച്ച്. ഇതൊക്കെ ഈ ദൃഷ്ടിദോഷം മാറാൻ പോകാനായിട്ടാണ്. പിന്നെ ഉപ്പില് ഇത് ഗ്ലൗസ് ഗ്രാമ്പു ഇട്ട് വയ്ക്കും. ഇതൊക്കെ എന്തിനാ, നമ്മള് ദൃഷ്ടിദോഷം അതിലേക്ക് വരും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഉപ്പൊക്കെ വയ്ക്കും. അപ്പൊ നമുക്ക് നാളുകളിലേക്ക് തിരിച്ചു. അപ്പം ഈ നാളുകളുടെ പ്രത്യേകതയും സമയത്തിന്റെ കാര്യം കൊണ്ടാണ്. ജനിക്കുന്ന സമയവും പിന്നെ അവരുടെ വളർന്ന സാഹചര്യം അനുസരിച്ചാണ് നമ്മുടെ ചിന്താഗതി മാറുന്നത്. ഈ ആയില്യ നക്ഷത്രക്കാരുടെ പ്രശ്നം എന്തോ? ആയില്യ നക്ഷത്രക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആയില്യ നക്ഷത്രത്തിന് പറയും ഇങ്ങനെ കണ്ണ് കിട്ടുന്നവര്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അയൽവക്കത്ത് താമസിക്കുന്നത് അതൊക്കെ ചുമ്മാ. ആയില്യ നക്ഷത്രക്കാരുള്ള വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്തോ? ആയില്യം ഗണ്ണാന്തത്തിൽ ജനിച്ചാൽ അവസാന ഭാഗം
29 പോയിന്റ് ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് പറഞ്ഞാലും ഭരിക്കും. അവർ കണ്ടുപോയിട്ടെന്നാ പറയണത് ആയില്യത്തിന്. തൃക്കേട്ടയെ മാത്രം ഗുണമൊന്നുമല്ല, തൃക്കേട്ട നക്ഷത്രത്തിന് ദോഷം. എല്ലാ നക്ഷത്രത്തിലും അതെന്താ അറിയോ, തൃക്കേട്ട ഗണ്ണാന്തത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊട്ട് മുകളിലെ കുട്ടിക്ക് ദോഷമാണ്. ആണ് തലക്കേട്ടാ പറയുന്നത്. തൊട്ട് മുകളിലെ കുട്ടിക്ക് ദോഷമാണ്. ഇല്ല ഇല്ല ഇല്ല. ലാസ്റ്റ് ഈ 29.59 വരില്ലേ, ആ ലാസ്റ്റ് ഗണ്ണാന്തത്തിൽ ആയില്യം കേട്ട രേവതി അവസാനം ആദ്യം ഗണ്ണാന്തമുണ്ട്. ആ ഗണ്ണാന്ത സമയത്തുള്ളവർ ജനിച്ചാലോ കുഴപ്പം. അശ്വതിക്കുണ്ട്. അശ്വതി മകം മൂലത്തിൽ ആദ്യത്തെ പാദം ഗണ്ണാന്തമുണ്ട്. പക്ഷെ ഇത്ര രൂക്ഷതയില്ല അതിന്. രേവതിക്കൊക്കെ ഉണ്ട് അങ്ങനെ. പൂരം പിറന്ന പുരുഷൻ, മകം പിറന്ന മങ്ക, അത് വെറുതെയാ. മകം എന്ന് പറഞ്ഞാല് സ്ത്രീ നക്ഷത്ര, പുരുഷ നക്ഷത്ര. ചോറ്റാനിക്കൽ അമ്മ വില്യമംഗല സ്വാമിക്ക് ദർശനം കൊടുത്തതാണ് മകം. ചോറ്റാനിക്കമ്മയുടെ നക്ഷത്രം ഒന്നുമല്ല, കാർത്തികയാണ്, ഉച്ചമാസ കാർത്തിക. പക്ഷെ ആ ദിവസം എന്ന് പറഞ്ഞാൽ മകം നക്ഷത്രം, മകം നിറഞ്ഞ മങ്കിയല്ല, ശരിക്കും പറയണതാണെങ്കിലും പുരുഷ നക്ഷത്രമാണത്. മകം പുരുഷന്മാർക്കാണ്. ആ ശരിക്കും നല്ലതാ. മകം സ്ത്രീകൾക്കേക്കാൾ നല്ലത് പുരുഷന്മാർക്ക് നല്ലത്. പൂരം സ്ത്രീകൾക്ക് നല്ലതാ, സ്ത്രീ നക്ഷത്രമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയാണ്. പൂരൂരിട്ടാന പുരുഷ നക്ഷത്രം. പൂരൂരിട്ടാന നക്ഷത്രത്തിൽ ജനിച്ചവരൊന്നും താഴെ പോയില്ല. ഒരു 4 കാലം നിൽക്കും പൂച്ചയുടെ മാതിരി, എങ്ങനെയും കയറിപ്പോരും. അങ്ങനെ ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ അതുപോലെ ഭരണി, സ്വാർത്ഥതയുള്ള. എനിക്ക് അങ്ങനെ ആവണമെന്നില്ല. ഒരു നക്ഷത്രം അങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. 28 നക്ഷത്രങ്ങളിൽ മോശം നക്ഷത്രം ഏതാ? 28ാമത്തെ നക്ഷത്രം അഭിജിത്ത് നക്ഷത്രം എന്ന് പറയും. ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് 27 നക്ഷത്രമേ ഉള്ളൂ. 27 നക്ഷത്രം അങ്ങനെ ഒരു നക്ഷത്രവും മോശമല്ല. ഒരു നക്ഷത്രവും മോശമല്ല. ഇപ്പം നമ്മൾ പറയും പൂയം, അത്തം, പൂരാടം ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛന് ദോഷം ഒന്നുമല്ല. കാർത്തിക, ഉത്രാടം ജനിച്ചാൽ അവരുടെ അച്ഛൻ പുറത്തെന്ന് പറയുന്നത് അച്ഛൻ ദോഷ. കാർത്തിക, ഉത്രാടം ആദ്യത്തെ ദശയിലെ ജന്മം. അത് തുലാമാസത്തിലാണെങ്കിൽ പറയാൻ വേണ്ട, അച്ഛന് വളരെ ദോഷമായിരിക്കും. തുലാമാസത്തിൽ ആദ്യത്തിന് പവർ കുറവാണ്, മേടമാസത്തിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ കാർത്തിക, ഉത്രാട നക്ഷത്രങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്കുടെ അച്ഛനാണ് മോശം. ശരിക്കും ഈ പൂയം, മലയാളം അതിനൊക്കെ ചില ദിവസങ്ങളുണ്ട്. ചതുർത്ഥി, ചൊവ്വ അങ്ങനെയൊക്കെ ചേർന്ന് വന്നാലേ ദോഷമുള്ളൂ പൂരാടത്തിനൊക്കെ. എല്ലാ പൂരാടത്തിനും എല്ലാ പൂയത്തിനും അത്തത്തിനും ദോഷമില്ല. ചില ആളുകളുടെ സ്വഭാവം നമുക്ക് കാണുമ്പോൾ നമുക്ക് നാളെ പറയാൻ പറ്റുമല്ലോ, ചുമ്മാങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചില സ്വാർത്ഥരായിരിക്കും പൂയ നക്ഷത്രക്കാർ പൊതുവെ. അതാണ് ഞാൻ ഈ തിരുവോണ നക്ഷത്രക്കാരെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് തിരുവോണമാണോ നാളെന്ന്. അപ്പോൾ അവർ പറയാം എന്റെ രീതികൾ ആയിരിക്കില്ല, പക്ഷെ സെൽഫിഷ് ആയ ആൾക്കാരും ഉണ്ട്. പറയാൻ പറ്റില്ല നമുക്ക്. ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് ഒരാൾ 60 തരത്തിലുള്ള നക്ഷത്രങ്ങൾ, 60 നാഴികയാണുള്ളത്. അപ്പോൾ അതിൽ ഓരോ നാഴികയും ജനിക്കുന്ന സ്വഭാവം. ഇപ്പം ഉദാഹരണം മേടൻ, ഇപ്പം തിരുവോണ നക്ഷത്രം ജനിച്ചു എന്ന് വിചാരിക്കാം. തിരുവോണ നക്ഷത്രം മകരരാശിയിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ അത് ആദ്യത്തെ ഹോര, ദ്രേക്കാണം, അങ്ങനെ ഷഡ്വർഗം അങ്ങനെ നോക്കിയിട്ട് വേണം പറയാം, നവാംശമൊക്കെ പറയാം. ഇപ്പോൾ ഹോര തിരുവോണ നക്ഷത്രം ആദ്യത്തെ പാദത്തിൽ ജനിച്ചെങ്കിൽ അവർക്ക് സ്ത്രീത്വമായ ഒരു ദൈവാധീനവും മനസ്സൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആണെങ്കിലോ പുരുഷത്വമായിരിക്കും അവർക്കുണ്ടാവുക. ചില തിരുവോണ നക്ഷത്രക്കാർ സ്ത്രീകളെ പോലെ പെരുമാറില്ല. അത് ആദ്യത്തെ ഹോര ജനിച്ചായിരിക്കും. പിന്നെ ദ്രേക്കാണമുണ്ട്. ആദ്യത്തെ ദ്രേക്കണം അതേ സ്വഭാവമായിരിക്കും. രണ്ടാമത്തെ ദ്രേക്കണം അതിൻ്റെ 5ാം ദ്രേക്കണം. ഇപ്പോൾ മകരം, കുംഭം, മീനം, മേടം, ഇടവം. ഇടവത്തിൽ ഒരു സോഫ്റ്റ് ആയിരിക്കും. അടുത്ത ദ്രേക്കണം 9. അങ്ങനെ ഓരോ ദ്രേക്കാണം അനുസരിച്ച് ക്യാരക്ടർ മാറും മനുഷ്യൻ്റെ. ദ്രേക്കാണം, ഹോര, പിന്നെ നവാംശം ഇതൊക്കെ അനുസരിച്ചാണ് സ്വഭാവം മാറുന്നത്. അപ്പോൾ നാളുകൾക്ക് പൊതുവായ സ്വഭാവത്തേക്കാൾ അപ്പുറത്തേക്ക് സമയബന്ധിതമായ മാറ്റങ്ങൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ അല്ലാതെ ഈ നാളാണ് എനിക്ക് ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞ വീട്ടിൽ പറയാൻ പറ്റില്ല. അശ്വതി നക്ഷത്രക്കാരൻ വന്നു കയറിയ നല്ലതാ. കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവന്നാൽ ആ വീട്ടിൽ ഐശ്വര്യ. അശ്വതി കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ ദോഷ, പോയ വീട്ടിൽ ഇറങ്ങിപ്പോകുന്ന വീട്ടിൽ. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തൊക്കെ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ചെറുക്കനോട് ഇവിടെ ഒന്ന് താമസിച്ചോളാൻ പറയും. അശ്വതിയായിരിക്കും പൊതുവിൽ അങ്ങനെയാ എല്ലാ നക്ഷത്രക്കാരും. നായമാർക്ക് അങ്ങനെയായിരുന്നു, മരുമക്കത്തായ. അതുകൊണ്ടാണ് തിരുവനന്തപുരം മേഖല കൂടുതലും ഇപ്പോഴും അങ്ങനെ. അതെ, ഇപ്പൊ ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പൊ ഇപ്പോഴും നാണക്കേടാണ്. ഇപ്പൊ ഇവിടെയൊക്കെ ഈ പെണ്ണിന് വീട്ടിൽ പോയി താമസിക്കാൻ ഉണ്ട്, നാണക്കേടുള്ളവരുണ്ടൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലം വന്ന ഒരു ദിവസം നിന്നിട്ട് പോകും. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അത് എറണാകുളത്ത് ഇവിടെയല്ലേ ഇപ്പൊ? എറണാകുളത്താ. ഇവിടെ എന്തുവാ എറണാകുളത്ത് വീട് വാടക കിടക്കുന്ന 27,000-30,000 കൊടുക്കണം. ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ വീട് 4 ബെഡ്റൂമുള്ള വീട് കിടപ്പുണ്ട്. പിന്നെ സാധാരണ ഇപ്പൊ കുറച്ച് നാണക്കേടുണ്ട് ആണുങ്ങൾക്കൊക്കെ, പഴയ കാലമല്ലേ. അല്ലാതെ പണ്ട് അച്ഛൻ വീട്ടിൽ പോയി പെറുക്കാന്ന് പറയും. നമ്മൾ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാരെയൊക്കെ. അതൊന്നും കാര്യമില്ല. നമ്മൾ നല്ല കംഫർട്ടബിൾ എവിടെയാണോ കംഫർട്ട് സോൺ അവിടെ താമസിക്കുന്നു. നമ്മുടെ ജോലിക്കും എല്ലാം കൂടി. എന്റെ സ്വന്തം വീട് കിട്ടുന്നതിന് എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ രാത്രി കൊണ്ടുപോകുമ്പോൾ അമ്മ എവിടെ പോവാണ്, അച്ഛൻ ചോദിക്കണം പോകണം. ഇവിടെ ഒരു ഒന്നുമില്ല. അവിടെ എന്ത് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടണം. അവർ കല്ല് വെട്ടാ, ഈ കല്ല് മതിയോ ആ കല്ല് മതിയോ, നീ ഇവിടെ വന്ന് നോക്കുമോ എന്ന് ചോദിച്ചെടുക്കാം. നമ്മളോട് സ്നേഹം അതാണ്. മോനുണ്ട്, അവൻ പുറത്താ. നമ്മളോട് സ്നേഹം കൊണ്ടാണ്. അല്ല സ്വാഭാവികമായിട്ടും നമ്മള്
കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് കാരണം. ഇന്നലെ അമ്മ വന്ന് ടി വി മേടിച്ചു കേട്ടോ പുതിയത് പറഞ്ഞു. ഞാൻ ആവാലോ, നമ്മളോടൊന്നും ചോദിക്കണ്ടല്ലോ, ഇതുവരെ എടുത്ത് വെച്ച് കണ്ടില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ആ പ്രിവിലേജ് കിട്ടുന്നെങ്കിൽ പിന്നെ നമുക്ക് ആ സ്നേഹം വേറെ കാണേണ്ട കാര്യമുണ്ടോ? ഇനി ചില വീട്ടുകാരുണ്ട്, അന്യരായി കാണുന്ന വീട്ടുകാരുണ്ട്, അവരോടൊന്നും കാര്യം നമുക്കറിയത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ അങ്ങനെയാണ്. അവരെ അച്ഛനെല്ലാം ഇവരോട് ചോദിച്ചിട്ട് ചെയ്യും. അത് ഭയങ്കര സ്നേഹം കൊണ്ടാണ്. ആ ഉള്ളിൽ ഭയങ്കര സ്നേഹം. എന്ത് പറഞ്ഞാൽ ഓടി വരും. നമുക്ക് എന്ത് ബുദ്ധിമുട്ടാകും. നല്ലൊരു വീട്ടുകാരാട്ടോ. എന്ത് പ്രശ്നം വന്നാലും ഓടി വരും അവർ. നല്ലൊരു ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയി, ഒരു ദിവസത്തേക്കാണ് പോയി. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളുടെ സഹോദരിയുടെ മോടെ കല്യാണത്തിന് പോയത്. അപ്പോൾ രാവിലെ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പോകാട്ടോ, രാത്രി വരത്തില്ല, അതുവഴി അങ്ങ് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു പോയിട്ടാണ് പോയത്. അമ്മഴേന്ന് ആഹാരം കഴിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. അന്നേരം എന്നോട് പറഞ്ഞ് ഉത്സവത്തിന് വർക്കിംഗ് ഡേയിൽ അവള് ലീവ് എടുക്കാൻ പറയണേ. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനീ ഉത്സവം, അവൾക്ക് ഇപ്പം കൺഫർമേഷൻ ആയിട്ടില്ല, ലീവ് കിട്ടുമെന്ന്. അച്ഛനും അമ്മയും വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വരുന്നത് തലേന്ന് വരുമോ, അതിൻ്റെ തലേന്ന് വരുമോ? എന്തോ അമ്മ അവിടെ ഉത്സവമൊക്കെ ഇല്ല, എന്തോ ഉത്സവത്തിനൊക്കെ ഇത്ര വരുന്നത്. എന്നിട്ട് അമ്മ എടുത്ത് വെച്ചാൽ പിന്നെ എന്ത് വേണമാടാ ഈ ബന്ധങ്ങളും സ്നേഹമൊക്കെ? ഒരു ഉത്സവം ഒരു ഓണമൊക്കെ വരുമ്പോൾ ഒരുമിച്ചിരുന്ന ആഹാരം. ഇപ്പം ഭാര്യയുടെ പ്രശ്നം, ഭാര്യ ഇവിടുന്ന് പോകുമ്പോഴേ പറയും അമ്മയോട് പറയണേ ഉത്സവമായിട്ട് അടുക്കളയിൽ കയറണ്ട, നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ കറി വെച്ചാൽ അത് ഓണം ആകുമ്പോഴും ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അവരുടെ സന്തോഷം ഇതൊക്കെയാണ്. വരുന്നവർക്കൊക്കെ ആഹാരം വെച്ചു കൊടുക്കുക. ഇവർക്ക് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അമ്പലത്തിൽ ഒരു ഉത്സവം കാണാൻ പോലും പറ്റത്തില്ല. കാരണം എപ്പോഴും ഇങ്ങനെ വരുന്നവര് അവരുടെയൊക്കെ ഒരു സന്തോഷം അതാണ്, ഈ ബന്ധങ്ങള് നിലനിന്ന് പോവാൻ. ഇനിയിപ്പോ ഞാനെന്ത് പറഞ്ഞാലും ഇവരാ ദിവസം അവിടെ വരും. സഹോദരിയെ വിവാഹം കഴിച്ചേക്കുന്ന വീട്ടിലെ എല്ലാവരും വരും. അന്ന് ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്, ബന്ധങ്ങൾ. അതിപ്പോ അമ്മയുടെ വീട്ടുകാരായാലും അച്ഛൻ്റെ വീട്ടുകാരായാലും ഈ ഭാര്യ വീട്ടുകാരായാലും സഹോദരി എല്ലാവരും. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ സഹോദരിയേക്കാൾ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്ന അളിയനുമായിട്ടാണ്. സഹോദരിയോട് കുറവെന്നല്ല ഞാൻ പറഞ്ഞത്, സഹോദരിയോട് സംസാരിക്കുന്നത് അളിയനല്ല, എനിക്ക് ചേട്ടനാണ്. അപ്പോൾ അതുപോലെ ഈ വൈഫിൻ്റെ അനിയൻ, അവൻ പുറത്താണെങ്കിലും വല്ലപ്പോഴും വിളിക്കും. വർഷത്തിൽ പെങ്ങളെ വിളിക്കുമ്പോൾ പെങ്ങളെ ഫോൺ കൊണ്ട് തരും. ഞാൻ പറഞ്ഞ തമാശ, എന്തോടാ അവിടെ കല്യാണം കഴിച്ചാൽ കൂടാൻ പോകുന്നത്, വരുന്നില്ലയോ കെട്ടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ അവനും തിരിച്ച് നമ്മളൊരു ചേട്ടനാണെന്നൊരു ഫീല് കിട്ടുന്നത്, ഇതൊക്കെയാണല്ലോ ഒരു ജീവിതത്തിലെ സന്തോഷം. നാളിന്റെ മാത്രമല്ല, മനുഷ്യന്റെ കർമ്മങ്ങളിലും അനുസരിച്ച് നമ്മളെ വളർത്തുന്ന രീതികളും അതുപോലെ തന്നെ നമ്മള് സഹചരിക്കുന്ന ആൾക്കാരുടെ കൂടെ അതനുസരിച്ച് ചന്ദനത്തോട് ചേർന്ന് ചന്ദനം മണകുന്ന പറയില്ലേ എന്ന മാതിരിയാണ് കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരു നക്ഷത്രമായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ മേടക്കൂറുകാർക്ക് നല്ല സമയമാണ്. കാരണം 7 ശനിയൊക്കെയാണ്. എങ്കിലും ശുക്രൻ ഉദിച്ചിരിക്കുക അവർക്ക്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. കാർത്തിക ആദ്യപാദം. അപ്പോൾ ഇവർക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ജോലി കിട്ടാനായിട്ടും വിവാഹം നടക്കാൻ. ഇപ്പോൾ കൊച്ചുകുട്ടിക്കാടി വിവാഹം നടക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടിക്കാടി അവന് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ കിട്ടുക, പഠിക്കാനായിട്ട്, പിന്നെ പുറത്ത് കൊണ്ടുപോവുക, ടൂറ് പോവുക, അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കിട്ടുക. അതാണ് പിള്ളേർക്ക് ഐസ്ക്രീം, അതൊക്കെയാണല്ലോ ഇഷ്ടം. അതേപോലെ തന്നെ കുറച്ച് മധ്യവയസ്കാണെങ്കിൽ കല്യാണം കാര്യങ്ങൾ, പ്രായമുള്ളവർക്കാണെങ്കിലോ മക്കളൊക്കെ അടുത്ത് വരിക സ്നേഹത്തോടെ. ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ചാണ് മാറ്റം വരുന്നത്. ഇന്നാണ് ഒരു ദിവസമേ അമ്മയാണ് ആരോ എന്നോട് പറഞ്ഞു, നീ ചുമ്മാ ഇന്റർവ്യൂ എടുക്കുമ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും പോയിരുന്നു പറയുന്നത്. അല്ല അമ്മയല്ല, എന്റെ അമ്മയാണെന്ന് തോന്നുന്നു. ഞാനല്ല, ഈ അമ്മയോട് മാത്രമല്ല, ഞാനിങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നവരോട് പറയുമ്പോൾ ഞാൻ ഉദാഹരണങ്ങൾ കണക്ട് ചെയ്യുന്ന എന്റെ നമുക്കറിയാവുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടൊക്കെ അമ്മ ആളുകൾക്കൊക്കെ ഒരു പരിധി വരെ എന്നെ ഇഷ്ടം. കാര്യം അമ്മയോടുള്ള കാര്യം അതാണ്. രാജലക്ഷ്മി അമ്മയോടും ആളുകൾക്കുള്ള ഇഷ്ടം. രാജലക്ഷ്മി അമ്മ ഒരു സാധനം നമ്മൾ പറയും അതൊന്നും ഇല്ല എന്ന് പറയും. ചിലർക്ക് അങ്ങനെ പറയണം. അതുപോലെ ഇന്നാണ് ഞാൻ എന്തോ ഒരു മന്ത്രം ചോദിച്ചത്, എനിക്ക് കാണാൻ അറിയത്തില്ല, എവിടെ പഠിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം എന്ന് പറയുന്നതാണ് അമ്മയോടുള്ള ഇഷ്ടവും അമ്മയോടുള്ള അടുപ്പവും തോന്നിക്കുന്നത്. മേടക്കൂറുകാർക്ക് പറഞ്ഞല്ലോ, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇടവക്കൂറാണ് കാർത്തിക അവസാനം കാർത്തിക അവസാനം രോഹിണി, മകീരമദ്യം. ഇവർക്കും നല്ല സമയം. ഇപ്പോൾ ശനി നല്ലതാണ്, വ്യാഴം നല്ലതാണ്, വളരെ നല്ല സമയം. ഈ മിഥുനക്കൂറുകാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കും ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഈ ചോതി നക്ഷത്രത്തിനും തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിനും അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ നക്ഷത്രക്കാർക്കൊക്കെയാണ്. പിന്നെ പൂരുരുട്ടാതിക്ക് നല്ല സമയം. ഇപ്പോൾ പൂരുരുട്ടാതിക്ക് 12-ലാണ് ശുക്രൻ. വിദേശയാത്രയ്ക്ക് പറ്റും പൂരുരുട്ടാതിക്ക്. പൂരുരുട്ടാതി, അവിട്ടം, ചതയം പൂരുരുട്ടാതിക്കാർക്ക് വിദേശയാത്രയ്ക്കൊക്കെ പറ്റും. തിരുവോണ നക്ഷത്രക്കാർക്ക് നല്ലതായിപ്പോൾ. കൂടെ ശുക്രൻ നിൽക്കല്ലേ, ശുക്രൻ ചൊവ്വയൊക്കെ നിൽക്കല്ലേ. അപ്പോൾ ഭൂമി വാങ്ങിക്കുക, ആഭരണങ്ങൾ വാങ്ങിക്കുക. ആഭരണം വാങ്ങിക്കാൻ വലിയ പ്രശ്നമാണ് ഇപ്പോൾ. ആഭരണം വാങ്ങിക്കുക, പിന്നെ പിന്നെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു നല്ല സമയം. ഇപ്പോൾ ടോപ്പ് സമയമാണ്. ശുക്രൻ കൂടെയുണ്ട്, ചൊവ്വ കൂടെയുണ്ട്, ആദിത്യം കൂടെയുണ്ട്, ആത്മവീര്യം ഉയർന്ന സമയമാണ് ഇപ്പോൾ. വണ്ടി വാങ്ങാനാണ് താല്പര്യം. നടക്കും. കാരണം ശുക്രൻ കൂടെ നിൽക്കല്ലേ. മകരനായി നടക്കുന്ന ഞാൻ പറഞ്ഞാൽ അതിന്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ അത് വേറെ കാര്യം. വാങ്ങിയാൽ നല്ലതായിരിക്കും. മീനൻ രാശിക്കാർക്ക് നല്ലതാണ്. 11-ലാണ് ശുക്രമതി. ഏകദേശം ഒരുവിധം എല്ലാവർക്കും നല്ലൊരു സമയമാണ് ഇപ്പോൾ ഈ കാലഘട്ടം. ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് എത്ര മാസത്തേക്കുണ്ട്?
അത് ശുക്രൻ മാറുന്ന വരെ 1 മാസമൊക്കെ ഉണ്ടാവും ശുക്രൻ അത്രേ ഉള്ളൂ. മാറും. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഭാര്യ കേൾപ്പിക്കണം. കാര്യം ഞാൻ മറ്റേ ഒരു ട്രാവലർ മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു വേണ്ട, എന്തിനാ വെറുതെ ഇനി എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഭാര്യയോട് ഒരു ലക്ഷറി വണ്ടി മേടിച്ചാലോ, ആഗ്രഹമാണല്ലോ ജീവിതത്തിലെ. പണ്ട് മുതലേ നമ്മൾ ഈ ബെൻസിന്റെയും BMW ലോഗോ കാണുമ്പോൾ അതെ 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 എന്നൊന്നും വേണ്ട, ആഗ്രഹം തീരുമ്പോൾ ഞാനത് വിൽക്കും. കാരണം വണ്ടി ഇല്ലാഞ്ഞിട്ടല്ല, ഇപ്പം തന്നെ ദിവസം അയച്ച് 3-4 വണ്ടികൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. എങ്കിൽ പോലും ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിഷ്ണു, ഞാൻ ഈ വിഷ്ണു ബെൻസ് മേടിച്ച്. അപ്പം വിഷ്ണു എന്നോടും പറയുന്നുണ്ട് വാങ്ങടാ നമ്പർ കൊടുത്തിട്ടുണ്ട് നിൻ്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പ്രദീപേട്ടൻ ബെൻസ് മേടിച്ചു, ഇവിടെ പ്രദീപേട്ടൻ ബെൻസ് മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാണുമ്പോൾ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് എനിക്ക്. ഞാൻ പറഞ്ഞു നമ്മൾ ട്രാവലർ മേടിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ വണ്ടി മേടിച്ചാലോ. അപ്പോൾ 6 മാസത്തേക്ക് ഒന്നും വേണ്ട കേട്ടോ, 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം. അങ്ങനെ ഇരിക്കരുത്. നമ്മൾ വാങ്ങിക്കുക, കാരണം മാനിഫെസ്റ്റ് ചെയ്യുക, നമുക്ക് നടക്കും. കാരണം ബിസിനസ് അല്ലേ, നമുക്ക് എങ്ങനെയും വന്നിരിക്കും പൈസ. ഇപ്പൊ എന്താണോ ആവശ്യം, പൈസയുടെ അല്ല, പൈസ നമ്മൾ വിചാരിച്ച എങ്ങനെ നമ്മൾ ഉണ്ടാവും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിലേക്ക് വരാറുണ്ട്. അതെ വരും, കാരണം നമ്മളത് മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് തീർച്ചയായിട്ടും നടക്കും. ചിലപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ എനിക്ക് മടുക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ ഒന്ന് ജിംനിയ വലിയ ആഗ്രഹിച്ച് വേണം എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അപ്പോൾ 1.5 മാസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിക്കുന്നതിനോട് പറഞ്ഞാ നമുക്കിത് കൊടുത്താലോ, കൊടുത്തിട്ട് ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്താൽ പൈസ കിട്ടുമോ? അല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതാ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് ഇത് വാങ്ങുക. അത് ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്ത് നടക്കും. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കുഞ്ഞു വണ്ടി മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഡസ്റ്റർ കിടക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നല്ല വണ്ടിയാണ് മേടിച്ചോളാം പറഞ്ഞു. ഞാനത് മേടിച്ച് ഓഫീസ് ആവശ്യത്തിന് ഡീസൽ വണ്ടി മേടിച്ച് 2 മാസം കഴിയുമ്പോൾ അതിന് പണി വന്നു. 90,000 രൂപ പണി. പുതിയ വണ്ടിയല്ലേ? അല്ല, സെക്കൻഡ് വണ്ടി എടുത്തു. 90,000 രൂപ പണി. അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു ചേട്ടാ ഇത് നമുക്ക് വിൽക്കാം, നമുക്ക് വേണ്ട. എന്നാൽ പിന്നെ പണി ഉപയോഗിച്ചിട്ടുള്ള കാര്യം. ഇപ്പം അത് പണിഞ്ഞിട്ടപ്പം ഇപ്പം എല്ലാവർക്കും വിൽക്കേണ്ട കേട്ടോ, നല്ല വണ്ടി. നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും. ഫസ്റ്റ് മേടിക്കണം എപ്പോഴും. അങ്ങനെ നല്ല വണ്ടികൾ കിട്ടുമോ? ചില സാഹചര്യങ്ങൾ കിട്ടും. ഈ സിംഗിൾ യൂസിൽ വണ്ടിയൊക്കെ കിട്ടും. നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി ചില സാഹചര്യം. ഇപ്പൊ ഡീസൽ വണ്ടികൾ ഇപ്പൊ മാരുതിക്ക് ഒരു ഡീസൽ വണ്ടി ഇല്ല. ഇപ്പൊ എന്റെ മാരുതിയുടെ വണ്ടി 2 വണ്ടി മാരുതിയുടെ വണ്ടിയാണ്. ഡീസൽ ഇല്ല, പെട്രോൾ അല്ല. മൈലേജ് പ്രശ്നമാണ്. ഒന്നും ഇപ്പൊ ഡീസൽ വരുന്നില്ല, എല്ലാം പെട്രോൾ മാത്രമേ. ഒരു ഡീസൽ വണ്ടി ഹോണ്ടയും മാരുതിയും എല്ലാം ഡീസൽ വണ്ടികൾ അവസാനിപ്പിച്ചു, പെട്രോൾ വണ്ടികൾ മാത്രമേ. നമ്മുടെ ഇഷ്ടപ്പെട്ട 2 ബ്രാൻഡ് അതാ, ഹോണ്ടയും മാരുതി. അപ്പൊ ഇതിന് രണ്ടിനും എന്തില്ല, ഡീസൽ വണ്ടി ഇല്ല. അപ്പൊ പിന്നെ കേക്കും ഡീസൽ ഇല്ലെന്നാണ് തോന്നുന്നത്. പെട്രോളാണ്. അപ്പൊ ഒരുപാട് വണ്ടികൾ വരട്ടെ, ഒരുപാട് നക്ഷത്രക്കാർ നേടട്ടെ, സന്തോഷിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അമ്മയെ വിളിച്ച് ചോദിക്കാം. അമ്മയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.